മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സിറാജുദ്ദീനുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് ഇന്നും തുടരും. സിറാജുദ്ദീനെ പെരുമ്പാവൂരിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തെളിവെടുക്കുക. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും പോലീസ് നിരീക്ഷിക്കുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, ഇന്ന് എവിടെയെല്ലാം തെളിവെടുക്കും? പ്രതിയെയും കൊണ്ട് സ്മിത, ഇന്ന് സിറാജുദ്ദീന്റെ ഭാര്യ പ്രസവിച്ച അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ വീട്ടിൽ ഇന്നും തെളിവെടുപ്പ് തുടരുമെന്നുള്ളതാണ് മലപ്പുറം SHO വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഇവിടെ തെളിവെടുത്തിരുന്നു. ആ സമയത്ത് പ്രസവത്തിന് ശേഷമുണ്ടായ അവശിഷ്ടങ്ങളും മറ്റുമെല്ലാം തന്നെ കുഴിയെടുത്ത് മൂടിയതെല്ലാം തന്നെ പിന്നീട് ഇന്നലെ പുറത്തെടുത്തിരുന്നു. ഇന്നും ഈ വീടിനകത്ത് ഉൾപ്പെടെയുള്ള കേന്ദ്രീകരിച്ച് വിശദമായ തെളിവെടുപ്പ് ഇന്ന് വീട്ടിൽ തന്നെ തുടരുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിവേഗത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അടുത്ത ദിവസമായിരിക്കും പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ട് വിശദമായ തെളിവെടുപ്പിലേക്കും പോലീസ് കടക്കുക. മാത്രമല്ല, ഇന്ന് ഈ മൃതദേഹം കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിലും ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായേക്കും എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. 4 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്നത്. അതിൽ 2ാം ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ കർശനമായും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഈ കേസിൽ കൂടുതൽ പങ്കുള്ളവരൊക്കെ തന്നെ പ്രതി ചേർക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.